ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്, നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ നമുക്ക് നല്ല രുചിയും മണവും നല്ല കളറൊക്കെ ഉള്ള നല്ല നെയ്യാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണത്. അപ്പം ഞാൻ ആദ്യമൊന്നും മേടിക്കേണ്ടതും ചെയ്തിരുന്നത്, ഇപ്പം ഞാൻ കുറേശ്ശായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അത് കഴിഞ്ഞു തുടങ്ങി. അപ്പം ഞാൻ ഇപ്രാവശ്യം അതുപോലെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കാണിച്ചു തരാൻ വെച്ചിട്ട് കുറച്ച് പാലേ ഇപ്പോൾ മിൽമയിൽ നിന്ന് കൊണ്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടിയും പാലുണ്ടാവാറുണ്ട്. അത് തിളപ്പിച്ചിട്ട് കുറച്ചേരം ഇരുന്നാൽ തന്നെ നമുക്ക് പാട കിട്ടൂലേ. ആ പാട അരിച്ചിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ കൂടുതൽ പാല് മേടിക്കുമ്പോൾ കൂടുതൽ ഉണ്ടാവും കേട്ടോ. 1/2 ലിറ്ററൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, കുറേശ്ശെ ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ച് പാട കെട്ടിയതിൻ്റെ ശേഷം നമ്മൾ ആ പാട എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രീസറിൽ വെക്കണം കേട്ടോ. അടപ്പുള്ള പാത്രം, സ്റ്റീൽ പാത്രം ആയാലും വേണ്ടില്ല, പ്ലാസ്റ്റിക് പാത്രം ആയാലും വേണ്ടില്ല, നമ്മൾ അടച്ചിട്ട് വെക്കണത്. അപ്പോൾ ഫ്രീസറിലേക്ക് വെക്കണം. എന്നിട്ട് അത് 1 മാസമോ 1.5 മാസമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കട്ടിയാവുമല്ലോ. ഞാൻ 2 പാത്രമൊക്കെ ആയിട്ടാണ് ഇത് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഉരുക്കണതിന് മുന്നേ നമ്മൾ 2 മണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണം. എന്നാലാണ് നമുക്കത് തണുത്തിട്ട് കിട്ടുള്ളൂ. അങ്ങനെയാണ് വെച്ചാൽ സ്പൂൺ കൊണ്ട് ഇളക്കി മാറ്റാൻ പറ്റുക, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇളക്കാൻ പറ്റില്ല, നല്ല കട്ടിയിലുണ്ടാവുക. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിൻ്റെ ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തണുത്ത വെള്ളം ഉപയോഗിക്കണം കേട്ടോ. അതിൽ നമ്മൾ എത്ര വട്ടം അടിക്കണോ അതിനൊക്കെ തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കണം. വർഷക്കാലമായാലും വേണ്ടില്ല, വേനൽക്കാലമായാലും വേണ്ടില്ല, തണുത്ത വെള്ളത്തിൽ തന്നെ ഇത് ചെയ്യുകയാണ് ഏറ്റവും പെട്ടെന്ന് ശരിയായി കിട്ടും. ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ മിക്സിയിൽ അടിച്ചതിൻ്റെ ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് തന്നെ ഓരോ പാത്രത്തിലേക്ക് ഇട്ടുവെച്ചാൽ നോക്കി കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല കട്ടിയായിട്ട് കിട്ടും അത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അത് എടുക്കാൻ പറ്റും. ഞാൻ കൈ കൊണ്ടാണ് ഉരുട്ടിയെടുക്കണത്. നിങ്ങൾക്ക് സ്പൂൺ കൊണ്ടോ കയ്യിലോണ്ടോ എങ്ങനെ വേണമെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിന് എടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യണത് കാണിച്ചു തരികയാണ് കേട്ടോ. എന്നിട്ട് അതിലത്തെ മോരിൻ്റെയും പാലിൻ്റെയും അംശമൊക്കെ പോണ വരെ നമ്മൾ തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകിക്കൊണ്ടിരിക്കുക. എന്നിട്ട് വെള്ളമൊക്കെ ഊറ്റിയതിൻ്റെ ശേഷം ഞാൻ ഗ്യാസിലാണ് വെച്ചിരിക്കുന്നത്. ചീഞ്ചട്ടിയിലോ അലുമിനിയം പാത്രങ്ങളിലാണ് വെച്ചാൽ നമ്മൾ ഉരുളി പോലത്തെ ഒരു പാത്രം ഉണ്ടല്ലോ, ഞാനൊരു അലുമിനിയം പാത്രത്തിൽ എടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഗ്യാസിൽ. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് ഉരുക്കാം. ആദ്യം സ്ലിമ്മിലിട്ടിട്ട് ഇളക്കിയിട്ട് ഇത് കട്ടയൊക്കെ ആയതിൻ്റെ ശേഷം പെട്ടെന്നാവും ഇത് അധികം താമസമൊന്നും ഉണ്ടാവില്ല. 1 അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് അത് ഉരുകി കിട്ടും. അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് പാലിൻ്റെ പാട കുറച്ച് ദിവസം പിടിക്കുമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം നെയ്യ് കഴിയുമ്പോഴേക്കും അടുത്തത് ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ചിട്ട് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അത് ഞാൻ ഇത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് വീഡിയോ പിടിച്ചതാണ്. അപ്പം നല്ല മണം വരും കേട്ടോ. ഇതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കുമ്പോഴേക്കും ഉരുകി വരുമ്പോൾ നല്ല മണം വരും. അപ്പം തന്നെ നമുക്കറിയാം നാടൻ നെയ്യിൻ്റെ മണം. മറ്റേത് മേടിക്കണതിന് ഇപ്പം അത്ര മണമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉരുകി വന്നിട്ട് പിന്നെ അധികമൊന്നും ഉണ്ടാവില്ല, കൂടുതൽ നമ്മൾ കാണുന്നത് മാത്രം. പക്ഷെ ഉരുകിയിട്ട് നെയ്യായി കിട്ടുമ്പോൾ ലേശം ഉണ്ടാവും, കുറച്ച് കലക്കും ഉണ്ടാവും. അത് നമ്മളൊരു പാത്രത്തിലേക്ക് അരിപ്പയിൽ അരിച്ചിട്ട് ഒഴിച്ച് വെച്ചാൽ മതി. പിന്നെ ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് ഏത് പാത്രത്തിലേക്കോ, സ്റ്റീൽ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഡപ്പകളിലേക്കോ ഒക്കെ ഒഴിച്ചിട്ട് അടച്ചു വെക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്ന് വെച്ചാൽ കുറേ കാലം ഉപയോഗിക്കാം. അതല്ല പുറത്ത് വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്കത് ഉപയോഗിക്കാം. അതിന് കുറേശ്ശെ ഓരോ സ്പൂണിൽ എടുത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാനാണ്. ഇവിടെയൊക്കെ ദോശ ഉണ്ടാക്കാനും ബ്രെഡ് ചൂടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചക്ക വരട്ടില്ലേ, അങ്ങനെ പല കാര്യത്തിലും നമുക്ക് നെയ്യ് ഉപയോഗിച്ചിട്ട് ചോറ് കഴിക്കുമ്പോൾ നമ്മൾ നെയ്യ് ഉപയോഗിക്കും. എന്തിനു വേണിച്ചാൽ ഉപയോഗിക്കാം, നല്ല നെയ്യായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.